നമുക്ക് കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന സരിയൂരോട് പറഞ്ഞു, മോളെ, ഒരു കാരണവശാലും കല്യാണിനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ കിരൺ നിന്നെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നില്ല. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ സരയു പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം അതിന് വേണ്ടിയിട്ട് ചില പ്ലാനുകളൊക്കെ നടപ്പാക്കണമെന്ന് പറഞ്ഞു. പ്ലാനുകളോ? എന്ത് പ്ലാന്? ഇപ്പൊ ഞാനേ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാവോ? ഇനി ഞാൻ പോകുന്നത് മനോഹറിനെ കാണാൻ വേണ്ടിയിട്ടാ. മനോഹറിനെ? അതെ, മോളെ കൊണ്ടേ മനോഹറിനെ കാണിക്കണം. അപ്പൊ അവനും ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നു. അത് മാത്രല്ല, കിരണും കല്യാണിക്കും ഒക്കെ അവര് വിശ്വസിക്കും ഞാൻ മനോഹറിനെ സ്നേഹിക്കാൻ തുടങ്ങി, മനോഹറിനോട് ഒരിപ്പം ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വേണം തിരിച്ചടിക്കാനായിട്ട്. മോളെ, പ്രശ്നമാകോ? ഇല്ലാന്നേ. മനോഹറിനോടൊപ്പം ഒരു കുടുംബജീവിതം നയിക്കാൻ ഒരുങ്ങുന്ന ഞാൻ എന്താണെങ്കിലും കല്യാണിയെ കൊന്ന കിരണിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്ന് ആരും വിചാരിക്കില്ലോ. നമ്മൾ തന്ത്രപരമായിട്ട് ഇവിടെ കളിക്കണം. കളിച്ചില്ലെങ്കിൽ പണി പാളൂന്നുള്ള കാര്യം എനിക്ക് അറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു, സൂക്ഷിച്ചു വേണം മോളെ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഷാരിക്ക് നല്ല ടെൻഷനായിരുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് തടസ്സം പറഞ്ഞേക്കരുത് എന്നൊക്കെ സരയു പറയണം. അങ്ങനെ പറഞ്ഞിട്ടാണ് സരയോടൊന്ന് പോരുന്നേ. ഈ സമയത്ത് രൂപയെ സേനും കൂടെ സംസാരിക്കണം. അപ്പൊ രൂപയ്ക്കുള്ള ഗുളികയൊക്കെ എടുത്തുകൊണ്ട് സേനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. വേണ്ട, എനിക്കെന്തോ ഈ ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയാ. കാരണം മടുപ്പായി തുടങ്ങിയെന്ന് പറഞ്ഞു. അതെ, ഗുളിക കഴിക്കാതിരിക്കണമെങ്കിൽ ഇനി മുതൽ ഇപ്പൊ ഈ ഗുളിക കഴിച്ചാൽ മതിയാവുള്ളൂ. രോഗം ഭേദമായെങ്കിലല്ലേ ഗുളിക നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഗുളിക കഴിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ തന്നെ ലോ പ്രഷർ. രൂപ പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കാനാ? എനിക്ക് അധിക കാലം ജീവിച്ചിരിക്കണം എന്നൊരു ആഗ്രഹം ഇല്ലാന്ന് പറഞ്ഞു. അതായിപ്പം നന്നായത്. പെട്ടെന്ന് മരിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനല്ല, എന്നാലും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയല്ലോ. മക്കളുടെ കല്യാണം കഴിഞ്ഞു. സേനം പറഞ്ഞു, ആഗ്രഹങ്ങൾ നിറവേറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കാലം ഒന്നിച്ച് ജീവിച്ചു ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നല്ല ജീവിതത്തിന്റെ ആ സമയങ്ങളൊക്കെ പോയില്ലേ? ഇനിയുള്ള കാലം നമുക്ക് സ്വസ്ഥത സമാധാനത്തോടെ കുറച്ചു കാലം കൂടെ കഴിയണ്ടേ എന്നൊക്കെ ചോദിച്ചു. രൂപ പറഞ്ഞു, ചന്ദ്രേട്ടൻ അത് ശരിയാ, പക്ഷെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ജീവിതം അത് ബോണസ് ആയിട്ട് കരുതുന്നുള്ള ഞാൻ. കാരണം ഒരുമാതിരിപ്പെട്ട പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞല്ലോ. സേനന് പക്ഷെ അതൊട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സേനൻ പറഞ്ഞു, ഗുളിക കഴിക്കാൻ മടിയായിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേ, അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് സരയു അങ്ങോട്ടേക്ക് വരുന്നത്. സരുവിനെ കണ്ടുകഴിഞ്ഞപ്പം സേനൻ പറഞ്ഞു, ബാ മോളേന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട്? ഷാരിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അമ്മ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. രൂപ ചോദിച്ചു, അല്ല യാമിനി അങ്ങോട്ടേക്ക് വന്നില്ലേന്ന് ചോദിച്ചു. യാമിനി ആൻറ്റി വന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു. എനിക്ക് മോളിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് സരി പറഞ്ഞു, അതെ, ഞാനേ കൺമണി മോളെ കൊണ്ട് ഇത് പോകാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അല്ല, അവളെയും കൊണ്ട് എങ്ങോട്ട് പോകാനായിട്ടാ? അത് കൺമണി മോളെ കൊണ്ടുപോയി മനോഹറിനെ ഒന്ന് കാണിക്കണം. കാരണം ഒന്നുമല്ലേലും കൺമണി മോളുടെ അച്ഛനല്ലേ. കല്യാണിയും കിരണും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺമണി മോളെ കൊണ്ടേ കാണിക്കണമെന്ന്. അപ്പൊ കാണിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവനോടൊപ്പം ഒന്നിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ എങ്കില് മോളെ കൊണ്ടേ കാണിക്കേണ്ട അത് അവനും കൂടെ അവകാശപ്പെട്ടല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സേനം പറഞ്ഞു, നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത്. പക്ഷെ എങ്കില് അവനോടൊപ്പം ഒരു ജീവിതം ഇല്ലെന്ന് മാത്രം പറയരുത്. അവനോടൊപ്പം മോൾക്കൊരു ജീവിതം ഉണ്ടായിരിക്കും, നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കും. പഴയ മനോഹർ അല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന പ്രകാശന്റെ ഒരു മാറ്റം ഉണ്ടായി. കല്യാണി മോളെ അംഗീകരിച്ചില്ലേ, അതുപോലൊരു മാറ്റമാണ് മനോഹറിനും ഉണ്ടായിരിക്കുന്നത്. ഇനി മനോഹർ എന്താണെങ്കിലും നിന്നെ മോളെ തള്ളിക്കളയാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണം, അതാ ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. സരയു പറഞ്ഞു, അത് പിന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, എങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര റിസ്ക് എടുത്തിട്ടാ മനോഹർ ഇതിനു മുമ്പ് മോളെ കാണാനായിട്ട് വന്നേ. പരോളിന് ഇറങ്ങിയ സമയത്ത് അവൻ നല്ല വിഷമം ഉണ്ടായിരുന്നു മോളെ കാണാതിരുന്നു കഴിഞ്ഞപ്പോ. എന്നിട്ടോ നീ എതിർത്തിട്ട് പോലും കാണാൻ വന്നില്ലേ? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരച്ഛൻ എത്രയാണെങ്കിലും തന്റെ മക്കളോട് ദേഷ്യം കാണിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സേനം കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒടുവില് സരയെ പറഞ്ഞു, ഞാൻ നോക്കട്ടെ അങ്കളെ, ഒരുപക്ഷെ മനോഹറിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് എനിക്കൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് കിരണം കൊണ്ടുവരുന്നത്. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സേനം പറഞ്ഞു, നല്ല സമയത്ത് എന്തായാലും വന്നത്. ഇപ്പൊ ഇവള് വന്ന് ഞങ്ങളോടൊരു കാര്യം പറയുമായിരുന്നു. കിരണം ചോദിച്ചു, എന്താ സരയു? അതെ, ഇവൾക്ക് മോളെ കൊണ്ട് മനോഹറിനെ കാണാൻ പോണെന്നോ? ആഹാ, അതൊരു നല്ല കാര്യമായിട്ടാണല്ലോ. അതെ, അതിനെക്കുറിച്ച് ഞങ്ങളും പറഞ്ഞു. കാരണം ഇനി വാശിയും വൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല. അവന്റെ ജീവിതം അങ്ങനെ തകർന്നു പോയി. ഇനിയിപ്പോൾ അവൻ പരോളിന് ഇറങ്ങിക്കഴിഞ്ഞാലും നിന്റെ അരിയിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ശരിയാ, അവന് എത്രയും പെട്ടെന്ന് ശിക്ഷയിൽ ഇളവ് കൊടുക്കാനായിട്ട് നമുക്ക്
സംസാരിക്കാം. നല്ലൊരു വക്കീലാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഈ പറയുന്ന അവൻ്റെ ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ. ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന കൊടും ക്രിമിനലല്ലേ തീർത്തേ. അതുകൊണ്ട് അവൻ അതേ കാലമൊന്നും ശിക്ഷ കിട്ടാനായിട്ട് വഴിയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് സരയു മനസ്സിൽ പറയാണ്, നീയൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് അവനോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകത്തില്ല. എടാ കിരണേ, നിന്നെയാ ഞാൻ മോഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, എന്താ സരയു നീ ആലോചിക്കണേ? അല്ല, ഞാനും കൂടെ വരട്ടേന്ന് ചോദിച്ചു മുളം കൊണ്ട് പോകുന്ന സമയത്ത്. വേണ്ട. സേനം പറഞ്ഞു, അമ്മനും കൂടെ വന്നോട്ടെ, സാരമില്ല കിരണേ, ഞാൻ തനിച്ചു പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ സരയു അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സേനം പറഞ്ഞു, എന്തൊക്കെ മാറ്റല്ലേ അവൾക്കത്. ഇങ്ങനെയൊക്കെ അവൾക്ക് മാറ്റം വരും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? കിരൺ പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേങ്കിൽ അവളുടെ സ്വഭാവം വെച്ച് അവൾ പണ്ടേ മുകളിലേക്ക് പോകേണ്ട ആളാ. കാരണം അത്രയ്ക്കൊരു സ്വഭാവമായിരുന്നല്ലോ. പിന്നെയാണ് അവൾക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. ഈ മാറ്റം നമ്മൾ അംഗീകരിക്കണം. അവളെ പഴയതുപടി നിന്ന് നമുക്ക് കുറെ മാറ്റം വരുത്തി നല്ലൊരു പെൺകുട്ടിയാക്കി മാറ്റണം. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നൊക്കെയാണ് പറയണം. അവർക്ക് അങ്ങനെ സന്തോഷമായി സരുവിന്റെ കാര്യത്തിൽ. ഇനി പേടിക്കേണ്ടതില്ല എന്നൊക്കെയൊരു ചിന്തയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സരു ജയിലിലേക്ക് വരുവാണ് മോളെയും കൊണ്ട്. അങ്ങനെ മനോഹർ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സരു ജയിലിലേക്ക് കുഞ്ഞിനെ കൊണ്ട് വരുന്നു ഒരിക്കലും മനോഹർ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പെട്ടെന്ന് മനോഹർ കൈ കൂപ്പാണ്. സരു, നന്ദിയുണ്ട്, എന്റെ മോളെ നിനക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ തോന്നിയില്ലോ. ഒരു പക്ഷേങ്കിൽ ആരെങ്കിലും എന്റെ മോളെയും കൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. കല്യാണി ആരെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷെ നീ വന്നതിൽ എനിക്ക് ഇരട്ടി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ സരു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മോളെ കൊണ്ട് കാണിച്ചോളാന്ന്. കാരണം നിങ്ങളുടെ മോളല്ലേ. എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അതിപ്പം മോളുടെ കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്നോട് ചെയ്ത ചതിയൊന്നും അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാനും പൊറുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് മനോഹർ പറഞ്ഞു, എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. സാരമില്ല, നീ എന്നെ മോളെ കാണിക്കാൻ എങ്ങനെ കൊണ്ടുവന്നല്ലോ. അത്രമാത്രം മാറ്റങ്ങൾ നിനക്കുണ്ടായല്ലോ. ഞാനിവിടുന്ന് പരോളിന് ഇറങ്ങുന്ന പോലും എന്നെ മോളെ കാണാമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാ. അത് കേട്ടപ്പം സാരേ പറഞ്ഞു, ആയിക്കോട്ടെ. ഇപ്പം ഞാനിങ്ങോട്ട് വന്നതുപോലും എന്നെ കിരണും കല്യാണിയൊക്കെ നിർബന്ധിച്ചിട്ടാ. കല്യാണി ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച അവർക്ക് നിന്നോടൊപ്പം ഒരു ജീവിതം ഞാൻ ജീവിക്കുന്ന കാണണം അത്രേ. പക്ഷെ എനിക്ക് അതിനോടൊന്നും ഇപ്പോൾ ഒരു താല്പര്യമില്ല. നാളെ ഇനിയിപ്പോൾ ഉണ്ടായിക്കൂടുന്നുമില്ല. മോളുടെ കാര്യത്തിലൊരു മുടക്കവും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നാളെ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. സരയു നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ് മനോഹറിൻ്റെ അടുത്ത്. അപ്പോഴേക്കും മനോഹർ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സരയു. എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം നിന്നോട് ഞാൻ അമ്മാതിരി ദ്രോഹമാണ് ചെയ്തത്. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തേ. എന്നിട്ട് പോലും ഇപ്പം നീ മോളെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ. പിന്നെ മോളുടെ കാര്യം ഇനിയിപ്പോൾ മോൾക്കൊരു 10-15 വർഷമായി വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങത്തല്ലായിരിക്കും. അതുവരെ എനിക്ക് ജയിൽ ശിക്ഷയായിരിക്കും എന്ന് പറഞ്ഞു. സരയെ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ദേ സരയെ, നീ ഒരു കാര്യം ചെയ്യണം. ഒരു കാരണവശാലും മോളുടെ അച്ഛനൊരു ജയിൽ പുള്ളിയാന്നുള്ള കാര്യം ആരും പറയണ്ടെന്ന് പറഞ്ഞു. മോൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും പറയരുത്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഞാൻ പറയും. കാരണം അങ്ങനെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതൊക്കെ കൂടെ കേട്ടിഞ്ഞപ്പോൾ മനോഹറിന് ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയി. മനോഹർ പറഞ്ഞു, ഞാനിനി ഇവിടുന്ന് ഇറങ്ങുമ്പം നിന്നെ മോളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും. നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ? എനിക്ക് എതിർപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ സരയു സംസാരിച്ചിട്ട് തിരിയണ സമയത്ത് സരയുവിന്റെ ചുണ്ടിലൊരു ചിരിയാണ്. അങ്ങനെ ഇവരിട്ടും താൻ പടി കൊടുത്തു. അധികം വൈകാതെ കല്യാണിന്റെ കഥ തീരുമ്പോൾ ഇവൻ പോലും തന്നെ സംശയിക്കില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. അല്ല, എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സരയുവിന്റെ മനസ്സിൽ. ഈ സമയം മനോഹർ പ്രകാശിന്റെ അടുത്തേക്ക് എല്ലോട്. അപ്പോഴേക്കും പ്രകാശിന് ചോദിച്ചു, മോളെ കണ്ടോന്ന് ചോദിച്ചു. അവളെ സരയോ കൊണ്ടുവന്നേന്ന് പറഞ്ഞു. ആഹാ, അതൊരു നല്ല മാറ്റമുള്ളൂന്ന് പറഞ്ഞു. അതെ, നല്ല മാറ്റം അങ്കളെ. അവൾ തന്നെ കൊണ്ടേ കാണിച്ചേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയിരുന്നത് ഒന്നെങ്കിൽ കല്യാണി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും എന്നാ വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷേങ്കിൽ ഇപ്പോഴെനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, ഇങ്ങനെ പോകുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവളുമായിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവില്ലേടാന്ന് ചോദിച്ചു. ഉണ്ടാവും, പക്ഷെ ഞാൻ അതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനായിട്ട് അവളുടെ ജീവിതം തല്ലിക്കെടുത്തിയതല്ലേ. ഇനിയും വെറുതെ പാവത്തിന് വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയണം. കാരണം മനോഹറിന്റെ ഉള്ളിൽ ഇപ്പൊ അവളോട് വീണ്ടും പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും തന്നെ മോളെയും കൊണ്ട് വന്നോളല്ലേ, തന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന സരുവിന്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യങ്ങളൊന്നും അവനൊട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. കൊല്ലാനായിട്ട് അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.